അപ്പൊ രാവിലെ തന്നെ നമ്മള് മജീദ് ഖാന്റെ കടേന്റെ മുന്നിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഉള്ളില് നല്ല ബീഫ് ഇങ്ങനെ വേവിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒരു 5:30 മുതൽ തന്നെ കട സ്റ്റാർട്ട് ആവും. അപ്പൊ ബീഫാണ് ഇന്ന് നമ്മളെ മെയിൻ ഐറ്റം. അപ്പൊ ബീഫും ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. ഉള്ളിലേക്ക് പോയേക്കാം. അപ്പൊ എന്റെ പിന്നിൽ കാണുന്ന മജീദ് ഖാണ്. മജീദ് ഖാൻ ബീഫ് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കൂലല്ലേ മജീദ് ഖാൻ അതിന്റെ ഉള്ളിൽ? ഇത് ഡ്രൈ ആയി കിട്ടുന്നവരെ ടെൻഷനാണല്ലോ, പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇത് എത്ര പ്രാവശ്യമായിട്ട് ഉണ്ടാക്കും ഒരു ദിവസം? ഇത് നമ്മള് ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാൽ 5 കിലോന്റെ ഒരു ബാഗാണ് നമ്മൾ ചെയ്യാം. ഒരു ചെമ്പല് നമ്മൾ ഓവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിന്റെ അടി പൊട്ടി പോവാണ്. ഇറച്ചിയല്ലേ വെന്തിട്ട് പൊട്ടി പോകും. അപ്പൊ 5 കിലോന്റെ ബാഗായിട്ട് ചെയ്യാം. ചില ദിവസങ്ങളിൽ 10 ചെയ്യും, ചില ദിവസം 12 ചെയ്യും. ഈ ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ഞായറാഴ്ചയാണോ കൂടുതൽ? ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ. ശരി. അപ്പൊ ഓരോ ചെമ്പും ഇങ്ങനെ കഴിയുന്നവരും അപ്പൊ എത്ര ബീഫ് ഉണ്ടാവും ഒരു ദിവസം? ഏകദേശം 65-70 ആ ലെവലിലൊക്കെ. അത് ശരി, അത്രയും ബീഫ് ഉണ്ടാവും ഒരു ദിവസത്തേക്ക്. കാലത്തെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. എത്ര കാലമായിട്ട് ഈ ഹോട്ടലുണ്ട് മജീദ് ഖാൻ? 81 സ്റ്റാർട്ട് ചെയ്തു. 1981 ശരി. അന്ന് മുതൽ മജീദ് ഖാൻ അല്ല, മജീദ് ഖാൻ ഉപ്പ മുതൽ ഉപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉപ്പ കഴിഞ്ഞതിന് ശേഷം മജീദ് ഖാൻ പിന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത വില പോകാനല്ലേ. അടിപൊളി. ഈ ബീഫ് മാത്രമല്ലാതെ വേറെ എന്തൊക്കെയാ? പിന്നെ നമ്മള് മസാലക്കറി, കടലക്കറി, ഗ്രീൻ പീസ്, മുട്ടക്കറി, പിന്നെ മീന്, ഇതൊക്കെ എല്ലാ ദിവസവും വന്നാലും കിട്ടും. എല്ലാ ദിവസവും കിട്ടും. അപ്പൊ കടന്റെ ഓപ്പണിംഗ് സമയം കൂടെ? ഓപ്പണിംഗ് സമയം 5:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 5:30 മണിക്ക്. ആ സമയത്ത് പുട്ട്, പൊറോട്ട, വെള്ളപ്പം. ബീഫ് ഏത് സമയം മുതൽ? ബീഫ് ഏകദേശം 6:30. പിന്നെ ചെറിയ ദിവസങ്ങളിൽ അവര് വെട്ടി ഇറച്ചി ഇങ്ങോട്ട് എത്താനുള്ള നേരം വഴിക്കുണ്ടായാലും ചെറിയ ബുദ്ധിമുട്ട്. ഏകദേശം ഒരു 7:30 വരെ നൈറ്റ് ഒരു 7:30 വരെ ഉണ്ടാവും. എല്ലാ ദിവസവും കിട്ടും. എല്ലാ ദിവസവും തിങ്കൾ മുതൽ ഞായർ ഒഴിവില്ലാത്ത പണിയാണ്. അപ്പൊ അടുക്കളന്റെ ഉള്ളിൽ ഒഴിവില്ലാത്ത പണിയാണ് മജീദ് ഖാക്ക്. മജീദ് ഖാന്റെ കൂടെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് ഇങ്ങനെ ബീഫ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിക്കളെ ബീഫിനെ പറ്റി അറിഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് വരികയാണ്. ഞങ്ങളെ ബീഫിനെ പറ്റിട്ട് അറിഞ്ഞിട്ട് ഈ സ്ലോ കുക്ക് ചെയ്തെടുത്തല്ലേ ഒരുപാട് സമയം ഇങ്ങനെ കുക്ക് ചെയ്തെടുത്ത് ഇളക്കിയിട്ട് അടിയിൽ പിടിക്കാണ്ട് ഇളക്കിയിട്ട്. അതാണില്ല ഈ ബീഫിന്റെ ഒരു. പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? റെസിപ്പി ഉണ്ട് അതിന്? വേറെ റെസിപ്പി അങ്ങനെ പറയത്തേക്കൊന്നും ഇല്ല. പിന്നെ മസാല നമ്മള് സെപ്പറേറ്റ് ചെയ്യണം. ഉപ്പന്റെ കയ്യിൽ നിന്ന് കൈമാറി പാരമ്പര്യം. അടിപൊളി. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. പുട്ടുണ്ട്, പിന്നെ പൊറോട്ട ഉണ്ട്, ബാക്കിയുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട്, എണ്ണക്കടികളുണ്ട് അല്ലെ, ഐറ്റംസുകളും ഉണ്ട്. പിന്നെ ഉച്ചക്ക് ഊണുണ്ടാവില്ല? ഊണുണ്ടാവും. ഊണിന്റെ കൂടെ നമ്മൾ ഫിഷ് ഫ്രൈ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. മജീദ് ഖാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും നേരം സ്ലോ കുക്ക് ചെയ്തെടുത്ത ബീഫാണ് ഇത് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ ആ പറഞ്ഞേക്കണ ബ്ലാക്ക് കളർ വന്നിട്ടില്ല. അത് വീണ്ടും ഒന്നും കൂടെ അത് അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും കനലിട്ടിട്ട് ചൂടാക്കുമ്പോഴാണ് ആ കളർ വരുന്നത്. അപ്പം ഏതാണ്ട് ഒരു 50 വർഷത്തിനടുത്തുള്ള ഒരു കടയാണ്, പഴയ കടയാണ്, ഒരുപാട് കാലമായിട്ടുള്ള ഒരു കടയാണ്. അപ്പം സാധാരണ നമ്മൾ കഴിക്കുന്ന പൊറോട്ടയും ബീഫുമാണ്. ബീഫിന്നും പൊറോട്ടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ പുട്ട് പറഞ്ഞു. പുട്ടിലേക്ക് നമ്മളെ സ്ലോ കുക്ക് ചെയ്തെടുത്ത ബീഫ്. അടിപൊളി. അതിൻ്റെ കൂടെ മൂത്താറുണ്ട്. മൂത്താറ് പകുതി എടുത്ത്, അതുകൊണ്ടാണ് ഇതിൽ പകുതി കാണുന്നത് കേട്ടോ. അടിപൊളി. പൂ പോലുള്ള പുട്ട് കേട്ടോ. ആ പൂ പോലുള്ള പുട്ടിലേക്ക് നമ്മൾ ബീഫ് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇതിലേക്ക് പിടിച്ചിട്ട് വയലിക്ക. ശരിക്കും അടിപൊളി. ഈ പുട്ടിലേക്ക് ബീഫ് പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റ് ഉണ്ട്. കൊള്ളാല്ലേ, അടിപൊളിയാണ്. ഈ മാൽപ്പൊരിയും ബീഫും കൂട്ടി കഴിച്ചാൽ പ്രത്യേക ടേസ്റ്റാണ്. കാരണം അതിന് ഒരു മധുരമുള്ളത്, ഇത് പഴം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു മധുരമുള്ളത്, ഒരു ലൈറ്റ് മധുരവും വരുമ്പോൾ ഈ എരിവും ആ മധുരവും കൂടെ അടിപൊളിയാണ്. കൊള്ളാല്ലേ? അപ്പോൾ മജീദ് ഖാൻ്റെ കടയിൽ നിന്ന് ബീഫും പുട്ടും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അടിപൊളി ബീഫ് കേട്ടോ. എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കട തന്നെയാണ് മജീദ് ഖാൻ്റെ ഹോട്ടൽ ഹൈവേ. കോഴിക്കോടല്ല, അത് കോഴിക്കോട് ബോർഡർ കഴിഞ്ഞിട്ട് നമ്മളെ രാമനാട്ടര കഴിഞ്ഞിട്ട് ഐക്കരപ്പടി എത്തിക്കഴിഞ്ഞാൽ കാണാം ഹോട്ടൽ ഹൈവേ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ബീഫും പുട്ടും കഴിക്കാൻ പറ്റും. രാവിലെ 5:30 മുതൽ കട ലൈവാണ് മജീദ് ഖാൻ്റെ. മജീദ് ഖാൻ ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയപ്പെടുകയും ചെയ്യാം.
അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. നമ്മൾ പിന്നെ ഒരു വെറൈറ്റി പിടിച്ചതാണ്, പൊറോട്ടയും ബീഫും ഒഴിവാക്കിയിട്ട് നമ്മൾ പുട്ടും ബീഫും ആക്കിയതാണ് നമ്മൾ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ.